കാഞ്ഞങ്ങാട്ട് നടന്ന മുതിർന്ന നാടക പ്രവർത്തകരുടെ സ്നേഹസംഗമം വേറിട്ട അനുഭവങ്ങളുടെ അരങ്ങും ആഘോഷവുമായി മാറി. നാടക കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് അഭിനയ പഴമയ്ക്കൊരു പെരുമ എന്ന പേരിൽ പരിപാടിക്ക് വേദി ഒരുക്കിയത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. നാടകമെന്ന മനുഷ്യന്റെ അതിജീവന കലയ്ക്ക് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ച് നമുക്ക് മുമ്പേ നടന്നുപോയവർക്ക് വേണ്ടിയാണ് നാടക പ്രവർത്തകരുടെ സംസ്ഥാനതല കൂട്ടായ്മയായ നാടകിന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സ്നേഹസംഗമം പരിപാടി സംഘടിപ്പിച്ചത്. സ്ത്രീകളടക്കമുള്ള ജില്ലയിലെ 70-ലധികം വരുന്ന മുതിർന്ന നാടക പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. അരങ്ങിൽ നടനവിസ്മയം തീർത്തവരും രംഗവേദിക്ക് പുറത്ത് നാടകത്തെ നെഞ്ചോട് ചേർത്തവരും തൂലികയും ശബ്ദവും വെളിച്ചവും ചായങ്ങളും നിറച്ച് നാടകവേദികളെ സമ്പന്നമാക്കിയവരുമെല്ലാം അഭിനയ പഴമയ്ക്കൊരു പെരുമ എന്ന പേരിൽ പുതിയ കോട്ടയിലെ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി വിഖ്യാത ശില്പി കാനായി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. നാടകം മനുഷ്യൻ്റെ കലയാണ്. ശരിയായിട്ട് മനുഷ്യത്വവും സ്നേഹത്തിൻ്റെയും എല്ലാം ഒരു പ്രത്യേക കലയാണ്. എൻ്റെ ഇപ്പം ഞാൻ ശില്പം ചെയ്യുന്നുണ്ട്, അത് നാടകത്തിൻ്റെ ഒരു ഭാഗമാണ്. ചിത്രം സിനിമയുടെ ഒരു ഭാഗമാണ്. രണ്ടും രണ്ടായിട്ട് കാണണം, എന്നാലേ അതിൻ്റെ ശക്തി മനസ്സിലാകും. അപ്പോൾ നാടകത്തിൽ കൂടി ജീവിക്കാൻ പറ്റില്ല എനിക്കറിയാം. ഇന്നും സിനിമക്കാരന് സുഖമായി ജീവിക്കാം. ഒരു നാടകനാഥൻ നടി ഇപ്പോഴും കഷ്ടത്തിലാണ്. അപ്പോൾ ആ വ്യത്യാസം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ആലോചിക്കേണ്ട സമയമായി. ഒട്ടും വൈകില്ല. അപ്പോൾ നാടകത്തിന് വിലയില്ലാതല്ല, നാടകം ശരിയായിട്ട് ആ രീതിയിൽ മനുഷ്യനിലേക്ക് ഇറങ്ങണം. ഇവിടെ തന്നെ പല പാർട്ടികളെ വളർത്തിയത് തന്നെ നാടകത്തെ കൂടിയല്ലാണ്. അങ്ങനെ ജനകീയമായിട്ടൊരു കലാ സ്വഭാവം, മനുഷ്യ സ്വഭാവം ഈ നാടകക്കാരൊക്കെയുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഏതായാലും ഇത്രയും കാലം 100 വർഷമല്ലേ, 100 വർഷം കഴിഞ്ഞു വന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ചടങ്ങിൽ സംഘടക സമിതി വൈസ് ചെയർമാൻ ജയൻ വള്ളിക്കോത്ത് അധ്യക്ഷനായി. വാസു ചേറോഡ് സ്മാരക പുരസ്കാര ജേതാവ് വി ശശി, ഭാരത് ഭവന്റെ നെടുമുടി വേണു സ്മാരക അവാർഡ് ജേതാവ് ഉദിനൂർ ബാലഗോപാലൻ എന്നിവരെ കാനായി കുഞ്ഞിരാമൻ ഉപഹാരം നൽകി ആദരിച്ചു. നാടകിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രകാശൻ ആശംസ നേർന്നു. നന്ദകുമാർ മാണിയാട്ട് ഓർമ്മക്കുറിപ്പ് അവതരിപ്പിച്ചു. എ മാധവൻ മാസ്റ്റർ, ലക്ഷ്മി പുത്തിലോട്ട് എന്നിവരും സംസാരിച്ചു. മുതിർന്ന നാടക പ്രവർത്തകർ പങ്കുവച്ച നാടക ജീവിതാനുഭവങ്ങൾ പരിപാടിയിൽ ഗൃഹാതുരതയുടെയും കൗതുകത്തിന്റെയും മധുരമനോഹരമായ മുഹൂർത്തങ്ങളുടെ ഇതളുകൾ വിടർത്തി. ഇവർക്കുള്ള ആദരവ് പ്രശസ്ത നാടക സിനിമാ പ്രവർത്തകൻ ബാബു എന്നൂർ സമർപ്പിച്ചു. ഇങ്ങനെ പങ്കെടുത്തവർക്കെല്ലാം അവിസ്മരണീയമായ ഒരു പകൽ സമ്മാനിച്ചാണ് നാടക കാസർഗോഡിന്റെ സ്നേഹസംഗമം പരിപാടി അരങ്ങൊഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.